അപ്പം ഞാൻ അയോധ്യ, മഥുര, വാരണാസി എല്ലാ 3 സ്ഥലങ്ങൾക്കും പോയി. ഷാഹി ഈദ്ഗാ മാസ്കിനകത്ത് അവിടെ ഉള്ള ചിലർ എന്നെ അകത്ത് കൊണ്ടുപോയി. കംസനക്ക് പേടിച്ച് കൃഷ്ണൻ ജനിച്ച ആ സെല്ലർ, ആ സീക്രട്ട് റൂമിനകത്താണ് കൃഷ്ണൻ ജനിച്ചത്. അതിനകത്ത് കൊണ്ടുപോയി എന്നെ. വളരെ ഡാർക്കായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാം ഹിന്ദു ക്ഷേത്രം എങ്ങനെ ഉണ്ടാവുന്നു. അവിടെ പോയപ്പോൾ ഒരു ചെറിയ എവിഡൻസ് പോലും ഞാൻ കണ്ടില്ല. ഹിന്ദു ക്ഷേത്രം അവിടെ ഇരുന്നതിൻ്റെ ഒരു എവിഡൻസ് അവിടെ ഉണ്ടായില്ല. ബാബറി മസ്ജിദും ഷാഹി ഈദ്ഗാ മസ്ജിദും ഗ്യാൻ വാപ്പി മാത്രമല്ല, അവരുടെ അടുത്ത് 3000 മസ്ജിദിന്റെ ലിസ്റ്റ് ഉണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് 3000 ക്ഷേത്രങ്ങളുടെ 3000 മസൂദികളുടെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തകർക്കണം. ഡിവൈഡ് ആൻഡ് റൂൾ, ഡിവൈഡ് ദ പീപ്പിൾ. ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇടയ്ക്ക് ഒരു വെഡ്ജ് ഉണ്ടാക്കുന്നു, ഒരു പിളവ് ഉണ്ടാക്കുന്നു. കേരളത്തിൽ ആ പോളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്തവ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വസിക്കരുത്. മുസ്ലിം സാധ്യമായിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടാമതാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും വിടത്തില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് 100% കംപ്ലീറ്റ് ഫെയിലിയർ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇതുപോലെ ഒരു ടോട്ടൽ കംപ്ലീറ്റ് ഫെയിലിയർ വേറെ ആരില്ല, വേറെ ഒരു ഗവൺമെന്റ് ഇല്ല. ചരൺ സിംഗ്, ചന്ദ്രശേഖർ, ദേവഗൌഡ ഗവൺമെന്റ് ഫാർ ബെറ്റർ ആയിരുന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിൽ ഇതുപോലെ ഒരു ഇൻഎഫിഷ്യന്റ് പ്രൈം മിനിസ്റ്റർ വേറെ ആരില്ല. ക്ഷേത്രങ്ങൾ ഇടിക്കുന്നതും മസൂദികൾ ഇടിക്കുന്നതും ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം, പാർട്ട് ഓഫ് ദ ഗെയിം. ആൾക്കാരെ പറ്റിപ്പിക്കുന്നത്, റിയൽ ഇഷ്യൂസ് എല്ലാം കംപ്ലീറ്റ് മാറ്റിവെച്ച് അൺഎംപ്ലോയ്മെന്റ്, നമ്മുടെ പിള്ളേർക്ക് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ജോലിയില്ല, പ്രൈസ് റൈസ്, ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഎഫിഷ്യൻസിയെ മറയ്ക്കണം, ഹൈഡ് ചെയ്യണം, ആൾക്കാർ തമ്മിൽ അടുപ്പിക്കണം. നമ്മൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അദാനിക്കും അംബാനിക്കും പണിവിടെ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഐ ഹാവ് ഗ്രേറ്റ് റിഗാർഡ്സ് ഫോർ അബ്ദുൽ നാസർ മദനി സാഹിബ്. ഐ എം ഹാപ്പി. ഗ്യാൻ വാപ്പി മസൂദി പ്രശ്നം പറ്റി തമിഴ്നാട്ടിലോ കേരളത്തിലോ വേറെ ആരും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. സത്യം പറയുവാണെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് where we discuss Gyan Vapi Masudi Masjid issue. Babri Masjid idichi, after they destroyed the Babri Masjid in 1992, അവർ പറഞ്ഞു ഈ പള്ളി മാത്രം വിട്ടു തന്നാൽ മതി, വേറെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഞങ്ങൾ വി വിൽ ബി ഹാപ്പി വിത്ത് ദിസ് എന്ന് പറഞ്ഞു. പിന്നെ മഥുരയിലുള്ള ഷാഹി ഈദ്ഗാ, വാരണാസിയിലുള്ള ഗ്യാൻ വാപ്പി മസൂദി, ഇത് രണ്ട് വളരെ ആവശ്യമാണ്. ഈ രണ്ട് വിഷയം, അത് ഞങ്ങളുടെ കൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രം ഇരുന്ന സ്ഥലമാണ്, ഇത് കാശി വിശ്വനാഥ ക്ഷേത്രം ഇരുന്ന സ്ഥലമാണ്. ഇതിന് എൻഡില്ല. ദിസ് ഇസ് എ നെവർ എൻഡിങ് ഇഷ്യൂ. ഞാൻ കുറച്ച് ലിസ്റ്റ് പറയാൻ പോവാണ്. ഗ്യാൻ വാപ്പി മസൂദി പറ്റിയുള്ള ടൈം ലൈൻ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ ഗൂഗിളിൽ പോയി അടിച്ചാൽ മതി, ആ ടൈം ലൈൻ എപ്പോഴാണ് ഈ പള്ളി പണിഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള എല്ലാ ഹിസ്റ്ററിയും നമുക്ക് അവിടെ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ആ ഹിസ്റ്ററി അല്ല, അതിലുള്ള പോളിറ്റിക്സ് ആണ്. ഈ ബാബറി മസ്ജിദ് കോർട്ട് വേർഡിക്റ്റ് വന്ന് കഴിഞ്ഞിട്ടാണ് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് തുടങ്ങുന്നു. ഗ്യാൻ വാപ്പി മസൂദി 4 സ്ത്രീകൾ പോയി ഒരു കേസ് കൊടുക്കുന്നു ലോക്കൽ കോർട്ടിൽ. അത് യു നോ ദ സീക്വൻസ്. ഇവർ പോയി കേസ് കൊടുക്കുന്നു. അവിടെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഡെയിറ്റീസ്, ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ അവിടെ സീക്രട്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പെർമിഷൻ ചോദിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ ചെയ്യണമെന്ന് ഇവർ പറയുന്നു. പിന്നെ അവർക്ക് വേണ്ട ഒരാള് അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് വെച്ച് സർവേ തുടങ്ങുന്നു. എല്ലാം കോർട്ടിന്റെ ഡിസിഷൻ, ഇവരുടെ പെറ്റീഷൻ, കോർട്ടിന്റെ നടപടികൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ we can see everybody is hand in gloves with each other.
യാൻവാപ്പി മസൂദിയിൽ നടക്കുന്നത് ബേസ്മെന്റിൽ ഇവരുടെ ഡേറ്റീസ് ഒക്കെ വെച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ പറയുന്നു മധുരയിൽ ഷാഹി ഈദ്ഗാ. ഞാൻ ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. എൻ്റെ PhD ഡിസർട്ടേഷൻ ബാബറി മസ്ജിദ് ഇഷ്യൂ പറ്റിയായിരുന്നു. അപ്പം ഞാൻ അയോധ്യ, മഥുര, വാരണാസി എല്ലാ 3 സ്ഥലങ്ങൾക്കും പോയി. ആ സമയത്ത് ബാബറി മസ്ജിദ് ഡെമോളിഷൻ, അവിടെയൊക്കെ ഹിന്ദു ക്ഷേത്രം ഇരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരുപാട് എക്സ്കവേഷൻ ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാം ഹിന്ദു ക്ഷേത്രം എങ്ങനെ ഉണ്ടാവുന്നു. അവിടെ പോയപ്പോൾ ഒരു ചെറിയ എവിഡൻസ് പോലും ഞാൻ കണ്ടില്ല. ഹിന്ദു ക്ഷേത്രം അവിടെ ഇരുന്നതിൻ്റെ ഒരു എവിഡൻസ് അവിടെ ഉണ്ടായില്ല. പക്ഷേ they were making tall claims. ഇവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രം ഇടിച്ചിട്ടാണ് ബാബറി മസ്ജിദ് പണിഞ്ഞതെന്നൊക്കെ. ഇപ്പോൾ ഷാഹി ഈദ്ഗാ മാസ്കിനകത്ത് അവിടെ ഉള്ള ചിലർ എന്നെ അകത്ത് കൊണ്ടുപോയി. കംസനക്ക് പേടിച്ച് കൃഷ്ണൻ ജനിച്ച ആ സെല്ലർ, സീക്രട്ട് റൂമിനകത്താണ് കൃഷ്ണൻ ജനിച്ചത്. അതിനകത്ത് കൊണ്ടുപോയി എന്നെ. വളരെ ഡാർക്കായിരുന്നു. അവിടെ വേറെ ദൈവങ്ങളുടെ പ്രതീക്ഷ ഒരു സ്റ്റാച്യുവോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള സ്റ്റോറീസാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 മാത്രമല്ല, ബാബറി മസ്ജിദ് ഇടിച്ചപ്പോൾ പറഞ്ഞു ബാക്കി വേറെ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് മാത്രം മതി. രാമജന്മഭൂമി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാഷണൽ ഐഡന്റിറ്റിയാണ്, ഞങ്ങളുടെ നാഷണൽ ഹിസ്റ്ററിയാണ്, ഞങ്ങളുടെ സ്വാഭിമാനാണ് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോ ഷാഹി ഈദ്ഗാ ഗ്യാൻവാപ്പി മസൂദി എന്ന് പറയുന്നു. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു താജ്മഹാൽ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നു. താജ്മഹാൽ എന്ന് പറയുന്നത് തേജോ മഹാലയ എന്നുള്ള ഒരു ശിവൻ ക്ഷേത്രമായിരുന്നു. അവിടെ 22 റൂം പാതാള ചുരങ്കങ്ങളുണ്ട്. ആ 22 റൂമുകളും നമുക്ക് തിറക്കണം. കോർട്ടിൽ പോകുന്നു, കോർട്ടിൽ കേസ് ഇടുന്നു. ആ 22 റൂമും തുറന്നു നോക്കിയാൽ അകത്ത് ഒരുപാട് ദൈവങ്ങളുടെ സ്റ്റാച്യു ഒക്കെ ഉണ്ടാവും, ഐഡൽസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ അടുത്തുള്ള മാംഗ്ലൂരിൽ മലാലി മസൂദി എന്ന ഒരു സ്ഥലം, ആ മസൂദി പണിഞ്ഞത് ഒരു ശിവൻ ക്ഷേത്രത്തിലാണ്. അവിടെ ഞങ്ങൾ ഗോപാലകൃഷ്ണൻ പണിക്കരെ പോയി കണ്ട് ദൈവപ്രസന്നം ചെയ്തു. ദൈവപ്രസന്നത്തിൽ പുള്ളി പറയുന്നു ആ മസൂദി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ശിവൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പള്ളി പണിഞ്ഞത്. അപ്പൊ അത് നമുക്ക് വീണ്ടും കയ്യിലെടുക്കണം. ഇത് വളരെ മോശമായിട്ടുള്ള വിഷയങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പണിക്കർ പറയുന്നു. ഓർഗനൈസർ മാഗസിനിൽ 1964 വന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. മോസ്റ്റ് സോ കോൾഡ് മുസ്ലിം മോണുമെന്റ്സ് ആർ പ്രീ മുസ്ലിം. മുസ്ലിം മോണുമെന്റ്സ് എന്ന് പറയുന്നതൊക്കെ പ്രീ മുസ്ലിം ആണ്. അതായത് ഹിന്ദു രാജാക്കന്മാർ പണിഞ്ഞതാണ്, മുസ്ലിം പണിഞ്ഞത് ഒന്നല്ല. താജ്മഹൽ ആയാലും ശരി, കുതുബ് മിനാർ ആയാലും ശരി, ഈ ഫതേപൂർ സിക്രി ആയാലും ശരി, ആഗ്ര ഫോർട്ട് ആയാലും ശരി, എല്ലാം മുസ്ലിമുകൾ പണിഞ്ഞതല്ല, എല്ലാം ഹിന്ദുക്കൾ പണിഞ്ഞതാണ്. ഇവർ മുസ്ലിംസ് അവിടെ പോയി കൈപ്പറ്റി ആക്രമിച്ച് അതൊക്കെ മുസ്ലിം മോണുമെന്റ്സ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ് ആണ് പറയുന്നത്. അക്ബർ ഫതേപൂർ സിക്രി അക്ബർ പണിഞ്ഞതല്ല, അക്ബർ വാസ് ദ ക്യാപ്റ്റർ. പുള്ളി പിടിച്ചെടുത്തതാണ്, ആക്രമിച്ചതാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ. വിഷ്ണുദ്വാജ, കുതുബ് മിനാർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി പണിഞ്ഞതല്ല, അത് പണ്ടത്തെ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു. വിഷ്ണുദ്വാജ അതിന്റെ പേര്. ഇങ്ങനെ കേരളത്തിലുള്ള നിലക്കൽ 1983 ഓർഗനൈസർ മാഗസിനിൽ ഓരോരോ ആഴ്ചയും ഓരോരോ മാസവും ആർട്ടിക്കിൾസ് നിലക്കൽ ഇഷ്യൂ പറ്റി. ഇവിടെ മഹാദേവർ ക്ഷേത്രവും അത് കഴിഞ്ഞിട്ട് പല്ലിയാറക്കാവ് ദേവി ക്ഷേത്രമുണ്ട്. ആ 2 ക്ഷേത്രങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള ഏൻഷ്യൻ ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളുടെ ഇടയ്ക്കാണ് ഈ കാത്തലിക്സ് പോയി നിലക്കൽ, അവിടെ സെയിന്റ് തോമസ് വന്നിരുന്നു, സെയിന്റ് തോമസ് പണിഞ്ഞ ദേവാലയമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവര് കാത്തലിക്സ് ഇവിടെ ഒരു നിലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ചർച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അത് അവരുടെ കാത്തലിക്സിന്റെ സ്ഥലമല്ല, നമ്മുടെ ഹിന്ദുസിന്റെ ആണ്. ഇത് മാത്രമല്ല, നിലക്കൽ മാത്രമല്ല, കേരളത്തില് മലയാറ്റൂർ, കാലടിയുടെ അടുത്തുള്ള മലയാറ്റൂർ എന്നൊരു സ്ഥലം, ആദിശങ്കരർ ജനിച്ച സ്ഥലം, അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ പഴയൂർ എന്ന് പറയുന്ന ഗുരുവായൂരിന്റെ അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സ്ഥലം, അവിടെയും സെയിന്റ് തോമസ് ഒരു പള്ളി ദേവാലയം പണിഞ്ഞു എന്ന് കള്ളം പറയുന്നു. ഇതൊക്കെ പഴയ ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ വിഷയങ്ങൾ. ബീഹാർ പറ്റി പറയുന്നു.
ഇത് ഏത് വർഷം എന്നറിയോ? 1986 വർഷം ഓർഗനൈസർ മാഗസിൻ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നു. ഈ ലിസ്റ്റ് ഇത് കംപ്ലീറ്റ് മുസ്ലിം മസൂദികളും മുസ്ലിം മോണുമെന്റ്സും ആണ്. ഇതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു. ഒരു ലോങ് ലിസ്റ്റ് ഇതിലുണ്ട്. അതുപോലെ വെസ്റ്റ് ബംഗാൾ ഹിന്ദു ബംഗാളായിരുന്നു. അതിലുള്ള മുസ്ലിം മിഷനറീസും മുസ്ലിം റൂളേഴ്സും ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തകർത്തു. അത് ഒരു ലോങ് ലിസ്റ്റ്. ഇത് 1986 വർഷം ഓർഗനൈസർ മാഗസിനിൽ വന്ന ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഇങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്ത് 3000 ക്ഷേത്രങ്ങളുടെ 3000 മസൂദികളുടെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തകർക്കണം. ബാബറി മസ്ജിദും ഷാഹി ഈദ്ഗാ മസ്ജിദും യാൻ വാപ്പി മാത്രമല്ല, അവരുടെ അടുത്ത് 3000 മസ്ജിദിന്റെ ലിസ്റ്റ് ഉണ്ട്. 1988 വർഷം ഓർഗനൈസർ മാഗസിനിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്, ഇംഗ്ലീഷ് ആർട്ടിക്കിളാണ്. അതിൽ പറയുന്നു, without liberation of Hindus' holiest temples, India's freedom is not complete. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആകണമെങ്കിൽ we have to liberate ബാബറി മസ്ജിദും യാൻ വാപ്പി മസ്ജിദും ഷാഹി ഈദ്ഗാ മാത്രമല്ല, ഈ 3000 മസ്ജിദുകൾ നമ്മൾ തകർത്തേ പറ്റുള്ളൂ. these are symbols of our servitude എന്നാ പറയുന്നത്. while the Hindus should be deprived of their right to manage their own temple. ഹിന്ദുസിന്റെ ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് വർഷിപ്പ് ചെയ്യാൻ ബാധ്യത ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. The matter is very simple. ഈ സ്റ്റോറി പറയാണ്, the Muslim foreign invaders, ഇവിടെ ഉള്ള എല്ലാ മുസ്ലിമുകളും ഫോറിൻ ഇൻവേഡേഴ്സ് ആണ്. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും നമ്മൾ ഫോറിനേഴ്സ് ആവും. മുസ്ലിം ഫോറിൻ ഇൻവേഡേഴ്സ് ഇൻഫ്ലിക്റ്റഡ് 3 injuries, 3 കായങ്ങൾ നമ്മുടെ മുകളിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, they occupied the country. 2, ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തകർത്തു അവരുടെ മസ്ജിദുകൾ അവിടെ പണിഞ്ഞു. 3, converted a large number of Hindus to Islam. ഒരുപാട് ഹിന്ദുസെ മുസ്ലിംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ 3 വിഷയങ്ങൾക്കും നമുക്ക് മറുപടി വേണം. Hindu temples unfortunately continued in the possession of successors of Mahmud Ghaznavi. നിങ്ങളൊക്കെ മുഹമ്മദ് ഗസ്നാവിയുടെ സക്സസേഴ്സ് ആണ്. ഷഹാബുദ്ദീൻ ഗൗരി, ബാബർ, ഔറംഗസീബ്. എങ്ങനെ ഹിസ്റ്റോറിക്കൽ റെൻഡറിങ്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഹിസ്റ്ററിയെ അവർ പറയുന്ന ആ വിധം, ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ലിബറേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ് ആവും. അപ്പോ ഇവർ ഈ ഒരു പള്ളി മാത്രം എന്ന് പറയുന്നത്, ഈ 3 മാത്രം എന്ന് പറയുന്നതൊക്കെ കള്ളമാണ്. They have a large program. They have a methodological program. ഒരുപാട് ഒരു വലിയ ഒരു സ്കീം ഉണ്ട്. കുറച്ച് கொஞ்சமா நம்மகிட்ட சொல்றாங்க. എല്ലാം മൊത്തമാ 3000 ലിസ്റ്റ് നമ്മുടെ തന്ന് ഈ 3000 പള്ളികൾ ഞങ്ങൾ തകർക്കാൻ പോകുന്നത് പറഞ്ഞാൽ അത് that won't sound good. അപ്പോൾ ഇപ്പോ കോർട്ടും പൊളിറ്റിക്കൽ പവർ ഇങ്ങനെയുള്ള കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ്, ന്യൂ ഹിസ്റ്ററി, പുതിയതായിട്ടുള്ള ഹിസ്റ്ററി എഴുതുന്നത്, ഈ ഹിസ്റ്റോറിയോഗ്രഫിയും ഈ ലീഗൽ പ്രൊസീഡിങ്സും ഈ പൊളിറ്റിക്കൽ പവറും എല്ലാവരും ഒന്നായിട്ട് ചേർന്ന് ഇറങ്ങുകയാണ്. ഇതുവരെ അവർ പറയാണ് ഈ സെക്യുലർ ഹിസ്റ്റോറിയൻസ് were appeasing Muslims and Christians. முஸ்லிம்ஸ் கிறிஸ்டியன்ஸ் சந்தோஷப்படுத்துறதுக்காகத்தான் இந்த செக்யூலர் ஹிஸ்டாரியன்ஸ் எல்லாம் ஹிஸ்டரி எழுதினாங்க. நாங்க முதல் தடவையா இந்துக்களுடைய வரலாறை திரும்ப எழுத போறோம். இந்துக்களுடைய வரலாறை திரும்ப எழுதும் போதுதான் நம்முடைய இந்த சுதந்திரம் முழுமையடையும். எப்படி கொண்டு வரோம் பாருங்க. இது 1-2 பிரச்சனையோட முடியாது. இதனுடைய அடிப்படை ஃபவுண்டேஷன் சப்ஜுகேட்டிங் த மைனாரிட்டிஸ். ക്ഷേത്രം മാത്രമല്ല, മസ്ജിദ് മാത്രമല്ല,
സബ്ജുഗേറ്റിംഗ്. ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിംസും ക്രിസ്ത്യൻസും സിഖുകളും മറ്റെല്ലാ മൈനോറിറ്റികളെയും അടിച്ചമർത്തുന്നതാണ്, സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് ആക്കുന്നതാണ്. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ ഒറ്റ ഗോൾ അത് തന്നെയാണ്. ഇതൊക്കെ സിംബൽസ്. ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ്. ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങൾ ട്രിവാങ്കൂർ കൊച്ചിൻ സ്റ്റേറ്റിൽ വരുന്നവനാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയുടെ ഹിസ്റ്ററിയൊക്കെ ടോട്ടലി ഡിഫറെന്റ് ഫ്രം സംബഡി ഇൻ രാജസ്ഥാൻ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ബീഹാർ. അവിടെ ഉള്ളവരുടെ ഹിസ്റ്ററിയും ട്രിവാങ്കൂർ കൊച്ചിനിൽ ജീവിച്ചവരുടെ ഹിസ്റ്ററിയും ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്ത്യ മുഴുവനുള്ള ഈ സബ് കോണ്ടിനെന്റ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബാംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങൾ നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിറ്റിയൊക്കെ കംപ്ലീറ്റ് അടിച്ച് തകർത്ത് ഇല്ലാതാക്കി സിംപ്ലിഫൈ ചെയ്യുകയാണ്. എങ്ങനെ? ഒറ്റ ഒരു സ്ഥലത്തിനകത്ത് ആ ഹിസ്റ്ററിയെ ചുരുക്കുക. അയോധ്യ എന്ന് പറയുന്ന ഒറ്റ സ്ഥലത്തിനകത്ത് ഒരു ചെറിയ ബിൽഡിങ്ങിനകത്ത് ചുരുക്കുകയാണ് ബാബറി മസ്ജിദ്. ആ ഒറ്റ ബിൽഡിങ്ങിനകത്ത് ഒരു ചെറിയ സ്റ്റാച്യു. രാത്രി സ്വയംഭുവായിട്ട് ശ്രീരാമർ വന്നു. ശ്രീരാമൻ സ്വയംഭുവായിട്ട് ജനിച്ചു. അപ്പൊ എന്തിനാ ഇപ്പൊ വെറുതെ കർണാടകത്ത് നിന്ന് ഒരു വലിയ സ്റ്റാച്യു, ബാലരാമന്റെ സ്റ്റാച്യു കൊണ്ടുവന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോയി പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യം എന്താ? സ്വയംഭുവായിട്ട് വന്നതല്ലേ, ആ സ്വയംഭുവായിട്ടുള്ളത് തന്നെ വയ്ക്കണ്ടേ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഹിസ്റ്ററിയെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്ഥലത്തിനകത്ത്, ഒരു ബിൽഡിങ്ങിനകത്ത്, ഒരു സ്റ്റാച്യുവിനകത്ത് ചുരുക്കി നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ലോട്ട് ഓഫ് പീപ്പിൾ ഫാൾ ഫോർ ദാറ്റ്. ഒരുപാട് അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് മനസ്സിലാവത്തില്ല. സൗത്തിലുള്ള നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ ഫൗണ്ടേഷണൽ സ്കീം, ഫണ്ടമെന്റൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള മൈനോറിറ്റീസെ സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് ആക്കുന്നതാണ്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ റോമില താപ്പാർ പറയുന്നു, ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ അല്ല. ഈ ക്ഷേത്രം തകർത്തു, മസ്ജിദ് പണിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ അല്ല. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് മുസ്ലിം റൂളേഴ്സ് ക്ഷേത്രം പണിയാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്യാൻ മാപ്പി മസൂദി പണിയാൻ തന്നെ ഒരു സ്റ്റേജിൽ അക്ബർ പൈസ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്, നമ്മൾ പറയുന്ന കാക്കൻബുൾ സ്റ്റോറീസ് അല്ല. ഗ്യാൻ മാപ്പി മസൂദി പണിയാൻ, മസൂദിയിൽ അവിടെ ഹിന്ദു ക്ഷേത്രം പണിയാൻ അക്ബർ കാശ് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുസ്ലിം റൂളേഴ്സ്. മുഹമ്മദ് ബിൻ കാസിം ഒരു ചെറിയ റൂളറായിരുന്നു. ഇത് റോമില താപ്പാറിന്റെ ബുക്കിൽ പറയുന്നതാണ്. റോമില താപ്പാർ ബുക്കിൽ ഉള്ളതാണ്, ഞാൻ പറയുന്നതല്ല. ഇവിടെ ഒരു സ്റ്റോറി പറയല്ലേ, മുസ്ലിംസ് ഒക്കെ അവർക്ക് ഐഡൽ വർഷിപ്പ് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളെ തകർത്തതും ഈ ഐഡൽസ് ഒക്കെ തകർത്തതും. പുള്ളി ഒരു മുസ്ലിം റൂളർ പറയാണ്, പെർമിഷൻ ഇസ് ഗിവൻ ദം ടു വർഷിപ്പ് ദെയർ ഗോഡ്സ്. അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ അവർക്ക് അനുമതി ഉണ്ട്. നോബഡി മസ്റ്റ് ബി ഫോർബിഡൻ. ആരെയും നമുക്ക് തടുത്തു നിർത്താൻ ആവശ്യമില്ല, പാടില്ല. ആർ പ്രിവെന്റഡ് ഫ്രം ഫോളോയിങ് ഹിസ് റിലിജൻ. അവരുടെ മതത്തെ ഫോളോ ചെയ്യുന്നതിന്, തടുത്തു നിർത്തുന്നതിന് ആർക്കും അനുമതിയില്ല, ആർക്കും റൈറ്റ് ഇല്ല. ഒരു മുസ്ലിം റൂളർ എഴുതുന്ന കത്താണിത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ അല്ല. ഇത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, ഒബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. അതെങ്ങനെ സബ്ജക്റ്റീവായിട്ട് മാറ്റി ഹിന്ദു മുസ്ലിം എന്നാക്കി ടു നേഷൻ ഹിന്ദുസും മുസ്ലിംസും സെപ്പറേറ്റ് നേഷൻസ് ആണ്. അവർക്ക് യാതൊരു കോമണാലിറ്റീസും ഇല്ല. രണ്ടുപേരും അവരെ കാഫിർ എന്ന് വിളിക്കുന്നു, ഇവരെ കാട്ടുംപുറാടികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് നേഷൻസും ചേർന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പൊളിറ്റിക്കൽ പവർ കിട്ടിയപ്പോൾ, പൊളിറ്റിക്കൽ പവറിന് വേണ്ടി എഴുതിയ സ്റ്റോറീസാണ് ഇതൊക്കെ. പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ചെയ്ത എല്ലാ മാജിക്കുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ആ വിഷയങ്ങൾ കഴിഞ്ഞ 100 വർഷം RSSന്റെ ഈ കള്ളം, ഈ കൺകോക്റ്റഡ് ഹിസ്റ്ററീസ് ഇതൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവരുടെ കയ്യിൽ പവർ കിട്ടി. അപ്പോൾ ഈ പവർ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇനി എസ്റ്റാബ്ലിഷ് ദ ഹിന്ദു രാഷ്ട്ര. അടുത്ത വർഷം അവരുടെ 100th ആനിവേഴ്സറിയാണ്. അപ്പോൾ 100th ആനിവേഴ്സറി വരുമ്പോൾ നമുക്ക് ആ ഹിന്ദു രാഷ്ട്രം
അറിയിക്കണം. ഹിന്ദു രാഷ്ട്രം എങ്ങനെ അറിയിക്കാൻ പറ്റും? റോട്ടിൽ എല്ലാ ഇന്ത്യ മുഴുവനുമുള്ള എല്ലാ സിറ്റിയിലും എല്ലാ വില്ലേജസിലും ഹിന്ദുസും മുസ്ലിംസും ജീവിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ അടുപ്പിക്കുക, ஒரு இரத்த களரி உருவாக்கி இந்த நாட்டை ஒரு இந்து ராஷ்டிரமாக அறிவிக்கணும். ഇതിൽ ചിലർ പാവം, they are poor people, they don't understand. ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാതെ ഇവർ കൂടെ പോയി നിൽക്കുന്നു. ആദ്യം മുസ്ലിംസ് ആയിരിക്കും, രണ്ടാമത് ക്രിസ്ത്യൻസ് ആയിരിക്കും, പിന്നെ ശൂദ്രൻസ് ആയിരിക്കും. ഒരു ബ്രഹ്മണിക്കൽ ഹിന്ദു, അത് ഹിന്ദു രാഷ്ട്ര അല്ല, ബ്രഹ്മണിക്കൽ രാഷ്ട്രമായിരിക്കും. ബ്രഹ്മണിക്കൽ രാഷ്ട്രമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രവാങ്കൂർ കൊച്ചിൻ സ്റ്റേറ്റില്, ഞങ്ങളുടെ രാജ്യത്തില് സ്ത്രീകൾ 18 ജാതികളെ ചേർന്ന സ്ത്രീകൾ ഈ ഇടുപ്പിന്റെ മുകളിൽ മറ്റേ കുപ്പായം ഒന്നും ഇടാൻ പറ്റത്തില്ല, ബാർ ചെസ്റ്റഡ് ആയിട്ടിരിക്കണം. സ്വാമി വിവേകാനന്ദ ഇറ്റ്സ് എ മാഡ് ഹൗസ് എന്ന് പറഞ്ഞു. ട്രവാങ്കൂർ കൊച്ചിൻ എന്ന് പറയുന്നത് ലുനാറ്റിക് അസൈലം. നമുക്ക് സ്ലേവറി അറിയാം, അടിമത്തനം അറിയാം, ബോണ്ടഡ് ലേബർ അറിയാം. രാജ്യങ്ങളിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ വസ്ത്രമിടാൻ പാടില്ല എന്ന് ഒരു ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നത് ട്രവാങ്കൂർ കൊച്ചിൻ സ്റ്റേറ്റിലാണ്. ഈ 18 ജാതികളിലുള്ളവർ നായരെ കണ്ടാൽ 12 അടി ദൂരത്ത് നിൽക്കണം, നമ്പൂതിരിയെ കണ്ടാൽ 36 അടി 36 ഫീറ്റ് തള്ളി നിൽക്കണം. ഇതുപോലെയുള്ള ഒരു ബ്രാഹ്മണ രാഷ്ട്രമാണ് ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത്. ക്ഷേത്രങ്ങൾ ഇടിക്കുന്നതും മസൂദികൾ ഇടിക്കുന്നതും ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം, പാർട്ട് ഓഫ് ദ ഗെയിം. ആൾക്കാരെ പറ്റിപ്പിക്കുന്നത് ഇൻസൈഡ് ദ പാഷൻ. ഇങ്ങനെ ഒരു ഉണർവ് പൂർവ്വமாக നമ്മളെല്ലാവരും പാഷനേറ്റ് ആക്കി റിയൽ ഇഷ്യൂസ് എല്ലാം കംപ്ലീറ്റ് മാറ്റിവെച്ച്, അൺഎംപ്ലോയ്മെന്റ്, നമ്മുടെ പിള്ളേർക്ക് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ജോലിയില്ല, പ്രൈസ് റൈസ്, ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഇൻഫ്ലേഷൻ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുന്നു, എഡ്യൂക്കേഷൻ ഇല്ലാതായിപ്പോയി. നരേന്ദ്രമോദി ഗവൺമെന്റ് 100% കംപ്ലീറ്റ് ഫെയിലിയർ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസില്, ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയില്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയില് ഇതുപോലെ ഒരു ടോട്ടൽ കംപ്ലീറ്റ് ഫെയിലിയർ വേറെ ആരില്ല, വേറെ ഒരു ഗവൺമെന്റ് ഇല്ല. ചരൺ സിംഗ്, ചന്ദ്രശേഖർ, ദേവഗൌഡ ഗവൺമെന്റ് ഫാർ ബെറ്റർ ആയിരുന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിൽ ഇതുപോലെ ഒരു ഇൻഎഫിഷ്യന്റ് പ്രൈം മിനിസ്റ്റർ വേറെ ആരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഎഫിഷ്യൻസിയെ മറയ്ക്കണം, ഹൈഡ് ചെയ്യണം, ആൾക്കാർ തമ്മിൽ അടിപ്പിക്കണം. നമ്മൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അദാനിക്കും അംബാനിക്കും പണിവിടെ ചെയ്യും, ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾക്ക് പൈസ കൊടുക്കും. നമ്മുടെ വളങ്ങൾ, നമ്മുടെ കടൽ തീരദേശത്ത് കിട്ടുന്ന മിനറൽസ്, നമ്മുടെ മലകൾ, നമ്മുടെ കാടുകൾ, നമ്മുടെ മണ്ണിന്റെ താഴെ ഇരിക്കുന്ന എല്ലാ റിസോഴ്സസ് എടുത്ത് അദാനിയും അംബാനിയും ഇന്റർനാഷണൽ കോർപ്പറേറ്റുകളും കൊണ്ടുപോകണം. നമ്മൾ നമ്മുടെ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഗെയിം. ഐ റിയലി ഹാവ് ടു കൺഗ്രാജുലേറ്റ് ദ മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ മുഴുവനുമുള്ള, ഞാൻ ഇന്ത്യ മുഴുവനും പോകുന്നു. മുസ്ലിംസ് ആർ സോ മെച്യൂർ. എനിക്കതാണ് വളരെ ഇഷ്ടപ്പെട്ടത്. മുസ്ലിംസ് ആർ സോ മെച്യൂർ. വളരെ പക്വത്തോടു കൂടി, വളരെ മെച്യൂരിറ്റിയോട് കൂടി, വളരെ ശാന്തമായിട്ട്, വളരെ പേഷ്യൻ്റ് ആയിട്ട് ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നു. ബാബറി മസ്ജിദ് സമയത്ത് അദ്വാനിയുടെ ആ രഥയാത്രയാണ് ഒരു വലിയ രക്തക്കളറി ഉണ്ടാക്കിയത്. നമ്മുടെ നാട്, രാജ്യം മുഴുവനും പല്ലായിരക്കണക്കാണ് പേര് മരിച്ചു. ഒരുപാട് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായിരുന്നു. ബട്ട് മുസ്ലിംസ് വെർ കീപ്പിംഗ് പേഷ്യന്റ്. ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ്, ബാബറി മസ്ജിദ് ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റിലുള്ള ആളാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ഈ ചന്ദ്രചൂഡും ആ ടീമിലും ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ പച്ച പ്രൈമറി സ്കൂൾ കൊച്ചിനും അറിയാം ഇത് ഇങ്ങനെയൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പറ്റുമോ എന്ന്. മുസ്ലിംസ് വെർ കീപ്പിംഗ് ക്വയറ്റ്. രാമക്ഷേത്രം പണിയാൻ തുടങ്ങി. 4 വർഷത്തിനകം ഞങ്ങൾ പണിഞ്ഞു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ is the father of all people. Prime Minister of India is not a Hindu. Prime Minister of India cannot be a Muslim or Christian.
പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മസ്റ്റ് ബി ദ ഫാദർ. ഒരു അച്ഛനെ പോലെ ചിന്തിക്കേണ്ട ഒരാളാണ്, ഒരു അച്ഛനെ പോലെ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. പക്ഷേ പുള്ളി ഹിന്ദു ക്ഷേത്രത്തിൽ പോയി പൂജാരിയാകുന്നു. അതാണ് നമ്മുടെ ദുർഭാഗ്യം. ഇങ്ങനെയുള്ള ഒരു ഇൻഎഫിഷ്യന്റ് ഗവൺമെന്റ് ഇന്ന് ഈ മത കലവറത്തെ കൊണ്ടുപണി നാട് മുഴുക്ക ഡിവൈഡ് ആൻഡ് റൂൾ, ഡിവൈഡ് ദ പീപ്പിൾ. ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇടയ്ക്ക് ഒരു വെഡ്ജ് ഉണ്ടാക്കുന്നു, ഒരു പിളവ് ഉണ്ടാക്കുന്നു. കേരളത്തിൽ ആ പോളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്തവ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വസിക്കരുത്. മുസ്ലിം സാധ്യമായിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടാമതാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും വിടത്തില്ല. യു ആർ ഓൾസോ എ മൈനോറിറ്റി, യു ആർ ഓൾസോ എ ട്രൈറ്റർ. ഈ ഓർഗനൈസർ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചാൽ അറിയാം, എല്ലായിടത്തും മുസ്ലിംസ് ക്രിസ്ത്യൻസ് എന്നാ പറയുന്നു. മുസ്ലിംസ് ഒക്കെ മൊഗൾസ് ആണ്, ക്രിസ്ത്യൻസ് ഒക്കെ ബ്രിട്ടീഷ് ആണ്. എല്ലാം അവരുടെ കഥ എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെയാ പറയുന്നു. അപ്പൊ ക്രിസ്ത്യൻസ് മനസ്സിലാക്കണം, ഈ സമയത്ത് ക്രിസ്ത്യൻസും മുസ്ലിംസും സെക്യുലർ ഹിന്ദുസും ചേർന്ന് നിന്നില്ലെങ്കിൽ we are going to lose our country. We are going to lose this beautiful dream. India is not a country, India is a dream. അത് ഒരു നൈറ്റ്മെയർ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു ഇവർ. RSSും BJPയും വിശ്വ ഹിന്ദു പരിഷത്തും ഇത് ഒരു നൈറ്റ്മെയർ ആക്കാൻ ശ്രമിക്കുന്നു. നൈറ്റ്മെയർ ആക്കിയാൽ അവർക്ക് പ്രൈം മിനിസ്റ്റർ പറയാണ്, അടുത്ത 1000 വർഷം അവരുടെ ഭരണമായിരിക്കും. They will rule over this land. എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ല. We have to stop this nonsense. നമുക്കൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വരുന്നുണ്ട്. ഇനി 2-3 മാസങ്ങൾക്കകം ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷൻ സമയത്ത് അടുത്ത 3 മാസം നമ്മൾ മറ്റു ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിച്ചില്ലെങ്കിൽ വി വിൽ ഹാവ് എ നൈറ്റ്മെയർ. ഇന്ത്യ എന്ന് പറയുന്ന ആ ബ്യൂട്ടിഫുൾ ഡ്രീം ഒരു വളരെ ഭീകരമായ നൈറ്റ്മെയർ ആയി പോകുന്ന എല്ലാ സാധ്യതകളും നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിള്ളേരുടെ അടുത്ത് സംസാരിക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഹേറ്റ് ബേസ്ഡ് പോളിറ്റിക്സ് അല്ല, ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എ പ്ലേസ് വെയർ സോ മെനി റിലിജൻസ്, so many languages, so many ethnic groups are living as one family. ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഡ്രീം എവിടെയില്ല. റഷ്യ, സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി, യൂഗോസ്ലാവിയ പോയി, ചെക്കോസ്ലോവേക്കിയ പോയി. പക്ഷെ ഇതെല്ലാം പോയിട്ടും ഇന്ത്യ ചേർന്ന് നിൽക്കുന്നു. പക്ഷെ ആ ഇന്ത്യ തകർക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടിയത് ആഗസ്റ്റ് 15 1947 നമുക്കൊക്കെ അറിയാം. ആ വിഷയം നടന്ന് വെറും 3 മാസങ്ങൾക്കകം നവംബർ 13 1947 എന്താ സംഭവിച്ചെന്നറിയോ? സർദാർ പട്ടേൽ സോമനാഥ് ക്ഷേത്രത്തിൽ മുഹമ്മദ് ഗസ്നി ആ ക്ഷേത്രം തകർത്തു. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഒരു പുതിയ ക്ഷേത്രം പണിയണമെന്ന് തുടങ്ങിയതാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ ഈ പരിപാടി തുടങ്ങിയതാണ്. പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് 1951 മെയ് മാസം 11 പുള്ളി പോയി ആ ക്ഷേത്രം ഇനാഗ്രേറ്റ്. ഇപ്പൊ പ്രാൺ പ്രതിഷ്ഠ എന്നൊരു നാടകം നടന്നില്ലേ, ഇതുപോലെ ഒരു നാടകം രാജേന്ദ്ര പ്രസാദ് നടത്തി. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. 47 തുടങ്ങിയതാണ്. ഇടയ്ക്ക് ഒരു ചെറിയ ലൽ പീരിയഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു ലോങ് ലിസ്റ്റ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത്, ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് എനിത്തിങ്. അവർ ഇന്ത്യയുടെ വികസനം പറ്റിയോ അല്ല നമ്മുടെ ഒരു നല്ല ജീവിതം പറ്റിയോ അവർക്ക് ഒരു പ്രതീക്ഷയില്ല. ദേ ഹാവ് നോ പ്ലാൻസ്. അവരുടെ ഒരേ പ്ലാൻ അദാനിയും അംബാനിക്കും കുറച്ചുകൂടി പൈസ ഉണ്ടാക്കി കൊടുക്കണം, കോർപ്പറേറ്റുകൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം, ഇവർക്ക് പൈസ കൊടുക്കും, ഇവർ പൈസ വെച്ച് കളിക്കും. ഇലക്ഷനിൽ EVM മറ്റു വിഷയങ്ങളൊക്കെ വെച്ച് യന്ത്രം മാന്ത്രികം എല്ലാം വെച്ച് ഇവർ വീണ്ടും ആட்சிക്ക് വരും, അധികാരത്തിൽ വരും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല നമുക്ക്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ നന്ദി പറയാണ്. PDP ഇങ്ങനെ ഈ വിഷയം പറ്റി സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ വിഷയം പറ്റി നമ്മൾ എല്ലായിടത്തും സംസാരിക്കാനുണ്ട്. അടുത്ത 3 മാസം എല്ലായിടത്തും നമുക്ക് സെമിനാർ പോലെ
സെമിനാർ പോലെ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെയൊക്കെ ലൈഫൊക്കെ പോയി. എനിക്ക് 64 വയസ്സായി, ഇനി വേറെ ഒന്നും കാണാനില്ല. പക്ഷേ വി കനോട്ട് ലീവ് അവർ ചിൽഡ്രൻ വിത്ത് ദിസ് കൈൻഡ് ഓഫ് നൈറ്റ്മെയർ. എന്തയും തായും മഹിഴ്ந்து കുലാവി ഇരുന്നത് മിന്നാടെ സുബ്രഹ്മണ്യ ഭാരതി പാടുകയാണ്. എന്തയും തായും മഹിഴ്ந்து കുലാവി, അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ജീവിച്ച രാജ്യമാണിത്. അവർ ചിന്തയിൽ 1000 എണ്ണം വളർന്ന് സിറന്നത് മിന്നാടെ. അവരുടെ ചിന്തയിൽ ഒരുപാട് ഡ്രീംസും ഒരുപാട് ഹോപ്സും ഉണ്ടായിരുന്നു. ആ രാജ്യം തകർക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഇവരെ എക്സ്പോസ് ചെയ്യണം. ഇവർ എക്സ്പോസ്ഡ് ആണ്. മെജോറിറ്റി ഹിന്ദുസ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. 33%, 35% വോട്ടുകൾ മാത്രമേ ഇവർക്ക് കിട്ടുന്നു. പക്ഷെ എതിർത്ത് നിൽക്കുന്നവരൊക്കെ ഡിവൈഡഡ് ആയി പോകുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ തമ്മിൽ നിതീഷ് കുമാറുകളും ഇതുപോലെയുള്ള സന്ദർഭവാദികൾ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അവരെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ സ്റ്റിൽ ബി ഹോപ്പ്ഫുൾ. തമിഴ്നാടും കേരളവും ഇന്നും ഒരു ഐലൻഡ്സ് ഓഫ് ഹോപ്പ്. ഈ ഹോപ്പ്ലെസ് ഇന്ത്യയിൽ നമ്മുടെ കേരളവും തമിഴ്നാടും ഐലൻഡ്സ് ഓഫ് ഹോപ്പായിട്ട് ഇരിക്കുന്നു. ലെറ്റ് us persist with this progressive politics. ഈ പ്രോഗ്രസീവ് പോളിറ്റിക്സ് എല്ലായിടത്തും സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ BJPക്ക് ഹോൾഡ് ഇല്ല. അവർ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നോർത്തില് ഈ രാമൻ ക്ഷേത്രത്തെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഒരു നാടകം നടക്കുന്നു. പക്ഷെ ഐ എം റിയലി ഹോപ്പ്ഫുൾ ദാറ്റ് പീപ്പിൾ ഇൻ നോർത്തേൺ ഇന്ത്യ വിൽ സീ ദിസ് ഡ്രാമ. ഇവരുടെ ഈ മണ്ടത്തനം, ഇവരുടെ ഈ വിണ്ടിത്തം, I am really hopeful that people in North India will see this and they will decide, and we will recover, we will retrieve this beautiful dream of India. വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.